നമുക്ക് നിധിയുടെ സുധീഷിന്റെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. അങ്ങനെ നാളത്തെ കഥയും നമ്മൾ കാണുന്നേ, ഒടുവിൽ സുഭാഷ് തനിക്ക് വിവാഹം വേണ്ടെന്ന് തന്നെ തീരുമാനിക്കണം. ഒരു കാരണവശാലും തൻ്റെ അനുജന്മാരെ വിട്ടിട്ട് വേറെ മാറിപ്പോയി താമസിക്കാൻ സുഭാഷ് ഒരുക്കുമായിരുന്നില്ല. സുഭാഷ് അത് വെളിപ്പെടുത്തുകയും ചെയ്തു. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ശരി, എൻ്റെ ലോകം എന്ന് പറഞ്ഞാൽ നിങ്ങളാണ്, ഈ കുടുംബമാണ്. ഇതില്ലാതെ എനിക്കൊരു ജീവിതമില്ല. എൻ്റെ ശ്വാസം പോലും നിങ്ങളാന്ന് പറഞ്ഞു. അതൊക്കെ കേട്ടിപ്പോൾ നികേഷിനും എല്ലാവർക്കും ഭയങ്കര വിഷമാണ്. ആ സമയത്ത് സുഭാഷിൻ്റെ ഫോൺ ബെല്ലടിച്ചു. നോക്കി കഴിഞ്ഞപ്പോൾ കവിതയെ വിളിക്കുന്നത്. സുഭാഷ് കോൾ അറ്റൻഡ് ചെയ്തില്ല. അപ്പോഴേക്കും നിധിയുടെ ഫോണിലേക്ക് വിളിച്ചു. ആ സമയം സുഭാഷ് ചോദിച്ചു, ആരാ കവിതയാണെന്ന് ചോദിച്ചു. അതെ, ഇങ്ങ് നാട്ടിൽ ഞാൻ സംസാരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ സുഭാഷ് കോള് വാങ്ങി. പിന്നീട് അപ്പുറത്തുനിന്ന് കവിത പറഞ്ഞു, അതെ നിധിയടുത്ത് ഞാനാന്ന് പറഞ്ഞു. അപ്പോഴേക്ക് സുഭാഷ് പറഞ്ഞു, ഇത് നിധിയല്ല, ഞാൻ സുഭാഷാന്ന് പറഞ്ഞു. പിന്നീട് സുഭാഷ് പറഞ്ഞു, ഈ ആലോചനയുമായിട്ട് മുന്നോട്ട് പോകാൻ എനിക്ക് താല്പര്യമില്ല. നിങ്ങളുടെ കണ്ടീഷൻസും കാര്യങ്ങളൊന്നും ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അത് ഇവർക്ക് അറിയത്തുണ്ടായിരുന്നുള്ളൂ. ഇവരെ വിട്ടിട്ട് വേറെ മാറിപ്പോയി താമസിക്കാനായിട്ട് ഞാൻ ഒരുക്കമല്ല. അതുകൊണ്ട് ഈ ബന്ധം നമുക്ക് ഇവിടെ വെച്ച് തന്നെ സ്റ്റോപ്പ് ചെയ്തേക്കാം. അച്ഛനോട് പറഞ്ഞേരെ എനിക്കിതിന് സമ്മതമല്ലാന്ന്. ബുദ്ധിമുട്ടിച്ചാൽ സോറി കേട്ടോ എന്നും പറഞ്ഞിട്ട് സുഭാഷ് കോള് കട്ട് ചെയ്യുന്നേ. അപ്പോഴേക്കും നിധി പറഞ്ഞു, സുഭാഷ് ചേട്ടാ വേണ്ട, ഇനി ആരും ഒന്നും പറയണ്ടെന്ന് പറഞ്ഞു. ആ സമയം നികേഷ് ഓടി വന്ന് സുഭാഷിനെ കെട്ടിപ്പിടിക്കണം. പിന്നീട് പറഞ്ഞു, അതെ സുഭാഷ് ചേട്ടാ എനിക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു. പക്ഷെ ഇവരെല്ലാം നിർബന്ധിച്ച് കഴിഞ്ഞപ്പം സുഭാഷേൻ്റെ ജീവിതമാണല്ലോ, ഞാനായിട്ട് തകർക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാ പിന്നെ കൂടുതലൊന്നും പറയാതിരുന്നേ. എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു സുഭാഷ് ചേട്ടാ, ഇപ്പോഴൊരു സമാധാനമായെന്ന് പറഞ്ഞു. ഈ സമയം സുഭാഷ് പറഞ്ഞു, നിനക്കെങ്കിലും അത്ര സ്നേഹം എന്നോടുണ്ടല്ലോ, പക്ഷെ ബാക്കിയുള്ളവർക്ക് അതില്ലാന്ന് പറഞ്ഞു. ഇതേ സമയം സുധീഷ് ചിരിക്കുവാണ്. സുഭാഷ് ചോദിച്ചു, നീ എന്താണ് ചിരിക്കുന്നേ? അല്ല, ഇതാ നമ്മുടെ കുടുംബം. പുറമേ ഉള്ളവർ എന്തൊക്കെ പറഞ്ഞാലും ശരി, നമ്മുടെ കുടുംബത്തിന്റെ ഐക്യവും കാര്യങ്ങളും നമുക്കല്ലേ അറിയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും നിധി പറഞ്ഞു, ശരിയാ സുഭാഷ് ചേട്ടാ, എൻ്റെ ഭാഗത്തും തെറ്റുണ്ട്. ഞാനെങ്കിലും സുഭാഷിനോട് പറയേണ്ടതായിരുന്നു ഇത്. സുഭാഷ് പിന്നീട് ഒന്നും മിണ്ടാതെ അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി. കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നിധി സുധീഷും ഹരീഷും ഒക്കെ നികേഷും ഒക്കെ പുറത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. സുഭാഷ് മാത്രമില്ല. അപ്പോഴേക്കും നിധി പറഞ്ഞു, എനിക്ക് തോന്നുന്നത് നമ്മളോട് നല്ല ദേഷ്യം അങ്ങോട്ട് സുഭാഷ് ചേട്ടനും. ഒരു പക്ഷേങ്കിൽ സുഭാഷ് ചേട്ടൻ നമ്മൾ ചതിച്ചു എന്നൊരു ചിന്ത മനസ്സിലുണ്ടായിരിക്കും. അത് കേട്ടപ്പോൾ സുധീഷ് ചോദിച്ചു, എന്തിനാ? അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പം തന്നെ കണ്ടില്ലേ ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായില്ലേ? അത് സാരമില്ല, ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കേണ്ടെന്ന് നികേഷ് പറഞ്ഞു. നിധി പറഞ്ഞു, ഞാൻ അന്ന് പോയി നോക്കട്ടെ സുഭാഷ് ചേട്ടൻ എന്ത് ചെയ്യുന്ന, ചിലപ്പോൾ വിഷമിച്ചിരിക്കണമെന്ന് അറിയില്ലോ. സുധീഷ് പറഞ്ഞു, അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, മിക്കവാറും സുഭാഷ് ചേട്ടൻ അകത്ത് വിഷമിച്ചിരിക്കുന്നുണ്ടായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ നിധി അകത്തേക്ക് കയറി പോകാനായിട്ട് അങ്ങോട്ട് പോകുമ്പോഴത്തേനോടാ മുകളിൽ നിന്നൊരു ഓട് വന്ന് താഴേക്ക് വീണ് പൊട്ടുന്നേ. ജസ്റ്റ് മിസ്സാ, അല്ലെങ്കിൽ നിധിയുടെ തലയെ വീണേനോ അത്. നിധി പെട്ടെന്ന് ചെവി പൊത്തിക്കൊണ്ട് ഒറ്റ അലർച്ചയായിരുന്നു. അത് കേട്ടപ്പത്തിന് എല്ലാവരും കൂടെ ഓടി അങ്ങോട്ടേക്ക് വന്നു. ഒരു ശബ്ദവും കേട്ടു. പിന്നെ നിധിയുടെ നിലവിളിയും കൂടെ കേട്ട് കഴിഞ്ഞപ്പോൾ അവർക്ക് തോന്നി എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ടെന്ന്. ഇതേ സമയത്ത് ഭാസ്കരനും കൂടെ അങ്ങോട്ട് വന്നു. ഭാസ്കരൻ വന്നു നോക്കിക്കഴിഞ്ഞപ്പം നിധി ആകെപ്പാടെ പേടിച്ചിരിക്കുന്നുണ്ട്. അപ്പോഴേക്ക് സുധീഷ് ചോദിച്ചു, എന്താ നിധി? അത് പിന്നെ ഞാൻ അകത്തേക്ക് അങ്ങോട്ട് കയറുന്ന സമയത്ത് ഈ ഓട് താഴേക്ക് വീണു, ജസ്റ്റ് മിസ്സാ, അല്ലായിരുന്നെങ്കിലോ എന്ന് പറഞ്ഞു. അത് കേട്ടതും സുഭാഷ് പറഞ്ഞു, അയ്യോ ദൈവമേ, ഒന്നും പറ്റിയൊന്നും ഇല്ലല്ലോ അല്ലേ? ഒന്നും പറ്റിയില്ല സുഭാഷ് ചേട്ടാ എന്ന് പറഞ്ഞു. അല്ല സുഭാഷ് ചേട്ടാ, നിങ്ങളൊരു മേസ്തിരിയല്ലേ, എന്നിട്ടാണ് ഈ വീട് ഇങ്ങനെ ഇട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ വീടൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൂടെയെന്ന് ചോദിച്ചു. ഒന്നുമല്ലേലും ഇവിടെ 3-4 ആണുങ്ങളുള്ളല്ലേ, പോരാത്തന്നെ അച്ഛനും ഉള്ളതല്ലേ, പിന്നെ നിങ്ങൾ എന്തിനാ ഈ വീട് ഇങ്ങനെ ഇട്ടിരിക്കുന്നത്? ഒരു പ്രേതാലയം പോലെ ഇട്ടിരിക്കേണ്ട കാര്യമുണ്ടോയെന്ന് ചോദിച്ചു. നികേഷ് പറഞ്ഞു, ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, പിന്നെന്താ? അപ്പോഴേക്കും സുധീഷ് പറഞ്ഞു, അതിന് സമ്മതിച്ചിട്ട് വേണ്ടേതോ? അതെ, ഇത് കേസിൽ കിടക്കുന്ന വീടും സ്ഥലമെന്ന് പറഞ്ഞു. കേസിൽ കൊടുക്കുന്നു? അതെ, എൻ്റെ അമ്മായിയും അതുപോലെ തന്നെ വലിയച്ഛനൊക്കെ ചേർന്നിട്ടാ കേസ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ കാര്യങ്ങളൊക്കെ കോടതി നടന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഇപ്പം ഈ വീടിലൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും സുഭാഷ് പറഞ്ഞു, അതെ നിധി, കേസ് കിടക്കുന്നതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പലതവണ ഞാൻ ഈ വീട് നേരെയാക്കാൻ നോക്കിയതാ, പക്ഷേങ്കിൽ ആ സമയത്തൊക്കെ എൻ്റെ അമ്മായിയും വലിയച്ഛനൊക്കെ ഇങ്ങോട്ടേക്ക് വരും, അവരൊന്ന് പ്രശ്നം ഉണ്ടാക്കും. അല്ല, ഈ വീട് നിങ്ങളുടെ അച്ഛൻ്റെ പേരിലുള്ളതല്ലേന്ന് ചോദിച്ചു. അതെ, അച്ഛൻ്റെ പേരിലുള്ള. എങ്കിൽ പിന്നെ എന്തിനാ ആരെന്ത് പറഞ്ഞു വന്നാലും നിങ്ങൾക്ക് അത് പ്രശ്നമാക്കേണ്ട കാര്യമില്ലല്ലോ. കാരണം നിങ്ങളുടെ അച്ഛൻ്റെ പേരിലുള്ളതാണെങ്കിൽ ആർക്കേലും ഒന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല. അല്ല, സത്യമല്ലേന്ന് ചോദിച്ചു. അത് ശരിയാണല്ലോ എന്ന് പരസ്പരം നോക്കണം. അല്ല, നിങ്ങളുടെ അച്ഛൻ്റെ പേരിൽ തന്നെയല്ലേ? അതേന്ന് പറയാണ് സുധീഷ്.
ആ സമയത്താണ് ഭാസ്കരൻ അങ്ങോട്ടേക്ക് വരുന്നത്. ഭാസ്കരനോട് നിധി ചോദിച്ചു. അത് കേട്ടപ്പം ഭാസ്കരൻ പറഞ്ഞു, അതെ ഇത് എൻ്റെ വീട് തന്നെയാന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ പേപ്പറുകളും കാര്യങ്ങളൊക്കെ ഉണ്ടോ നീച്ചു. അല്ല പേപ്പറുകളും കാര്യങ്ങളും അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയണം. അത് പക്ഷേ എൻ്റെ പേർക്കുള്ളതല്ല. പിന്നെ എന്താ അച്ഛൻ്റെ പേരിലുള്ളതൊക്കെയാന്ന് പറഞ്ഞേ. അത് പിന്നെ എൻ്റെ അച്ഛന് വിൽപ്പത്രം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, ഓരോന്നും ആൾക്ക് കൊടുക്കണം അങ്ങനെയുള്ളതൊക്കെ. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇത് എനിക്കുള്ളതാണ് അച്ഛൻ്റെ വിൽപ്പത്ര പ്രകാരം എന്ന് പറഞ്ഞു. അപ്പോഴേക്കും നിധി ചോദിച്ചു, ആ വിൽപ്പത്രം കയ്യിലുണ്ടോ? അതിവിടെ എവിടെയോ ഉണ്ട്, എവിടെയാണെന്ന് അറിയില്ല എന്ന് പറഞ്ഞു. നിധിക്കാണ് വല്ലാത്ത ദേഷ്യ സങ്കടമൊക്കെ. അപ്പോഴേക്കും നിധി ചോദിച്ചു, ഇതിനു മുമ്പ് ഏതെങ്കിലും വക്കീലിനെ ഏർപ്പാടാക്കിയിട്ടുണ്ടോ ഇങ്ങനെ കേസും കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ? സുഭാഷോട് ഇല്ല, നിങ്ങളൊക്കെ എന്ത് മനുഷ്യന്മാരാ, പോത്തുപോലെ വളർന്നിട്ട് ഒന്നും അറിയില്ലേ നിങ്ങൾക്ക്. ആ സമയം സുധീഷ് പറഞ്ഞു, അല്ല ദേ സുധീഷ്, എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. ഇത്ര ആണുങ്ങളുണ്ടായിട്ട് നീക്ക് ഇതൊന്നും നോക്കാനും ചെയ്യാനൊന്നും അറിയത്തുണ്ടായിരുന്നില്ലേ ഇല്ലേ? നിങ്ങൾ പിന്നെ ഇവിടെ എന്തെടുക്കുമായിരുന്നു? ആ സമയം സുധീഷ് പറഞ്ഞു, അന്ന് പിന്നെ നിധി നിങ്ങൾ കൂടുതലൊന്നും പറയണ്ട. അവർ വഴക്കുണ്ടാക്കാൻ വന്നു കഴിയുമ്പം നിങ്ങൾ തല കുണിച്ച് കൊടുത്തിട്ടല്ലേ, നിങ്ങൾ കാരണം സാധ്യത പോയി ചോദിക്കണം. ഇത് നിങ്ങളുടെ ആണെങ്കിൽ ഇവിടെ ആരെയും കയറാൻ നിങ്ങൾ സമ്മതിക്കുകയും ചെയ്യരുത്. അല്ല നിങ്ങൾ വക്കീലിനും മറ്റോ ഏർപ്പാടാക്കിയായിരുന്നോ? ഇല്ല. അപ്പോഴേക്ക് സുഭാഷ് പറഞ്ഞു, അവർ പ്രാവശ്യം കോടതിയിൽ അന്നാന്നും പറഞ്ഞൊരു പേപ്പറൊക്കെ കൊണ്ട് തന്നായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾ അങ്ങോട്ട് വിശ്വസിച്ചിരിക്കുകയാണ് ഇത്ര നാളും. നിങ്ങളെ പറ്റിക്കാനായിട്ട് എളുപ്പം അതാ. ഒരു കാര്യം ചെയ്യുക, നിങ്ങൾ 3 പേരും കൂടെ ആ ബിൽപത്രം എവിടെയാന്ന് ഇതിൻ്റെ താഴെ തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുക. തലയിലേക്ക് ഇതൊന്ന് വീഴട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിലും കുറച്ച് ബുദ്ധി ഉണ്ടാവുമല്ലോ എന്ന് പറഞ്ഞ് നിധി ദേഷ്യപ്പെട്ട് അകത്തേക്ക് കയറിപ്പോയി. ആ സമയം ഭാസ്കരനോട് സുധീഷ് പറഞ്ഞു, അച്ഛൻ അറിയത്തില്ലേ ബിൽപത്രം എവിടെയാന്നുള്ള കാര്യം? എനിക്കെങ്ങനെ അറിയാനാ? നല്ല പറ്റിയ ഒരു അച്ഛൻ തന്നെ, അതുപോലും അറിയത്തില്ല എന്നും പറഞ്ഞ് സുധീഷും ദേഷ്യപ്പെട്ടു പോയി. പിന്നീട് പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോൾ നിധി ഹാള് പത്രം വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സുഭാഷ് അങ്ങോട്ടേക്ക് വിളിക്കുന്നത്. അങ്ങനെ നിധി എന്ന് കഴിഞ്ഞും പറഞ്ഞു, അതെ ചൂട് ദോശ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, കഴിച്ചോളാൻ പറഞ്ഞു. അല്ല സുഭാഷ് ഏട്ടാ, എടുത്ത് കഴിക്കാനൊക്കെ പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്തു, നിധി അവിടെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് സുധീഷ് അങ്ങോട്ട് വരുന്നത്, ഇതെന്താ ഇന്നും ദോശയാണോന്ന് ചോദിച്ചു. എടാ നീ ദോശ എടുത്ത് കഴിക്കാൻ സുഭാഷ് പറഞ്ഞു. എനിക്ക് വേണ്ട. എടാ എന്താണ് ദോശ കഴിച്ചാലോ? പിന്നെ എടാ നല്ലതല്ലേ ദോശ, പിന്നെ ഇന്ന് ഗോതമ്പ് ദോശ ആണെങ്കിൽ നാളെ അരിമാവ് ദോശ ആയിരിക്കും. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പിടിച്ചോണ്ടിരിക്കുക, വേറൊന്നും ഇല്ല ഇവിടെ. എടാ നിനക്ക് എന്താ ഇഷ്ടമുള്ളതെന്ന് പറ, ഞാൻ ഉണ്ടാക്കി തരാമെന്ന് സുഭാഷ് പറഞ്ഞു. അതെ എനിക്കന്നാ ഒരു കാര്യം ചെയ്യാം, പിസ്സയും ബർഗറും ഒക്കെ ഉണ്ടാക്കി തന്നാൽ മതി എന്ന് പറഞ്ഞു. അത് കേട്ടതും നിധി പറഞ്ഞു, സുഭാഷ് ഏട്ടാ അതെ ഒരു നേരം ആഹാരം കൂടെ കട്ട് ചെയ്താൽ മതി, ഈ പിസ്സയും ബർഗറും അല്ലാതെ ഈ ദോശയൊക്കെ തനിച്ച് തിന്നോളും. അല്ലെങ്കിൽ പട്ടിണി കിട്ടാൻ മാത്രം മതി. അവിടെ കിടന്ന് വിശന്ന് കഴിയുമ്പോഴത്തേനും തോന്നും ഈ കിട്ടുന്നതൊക്കെ നല്ല ആഹാരം എന്ന്. എന്താ അതുപോലെ സുഭാഷേട്ടൻ ഇവരെയൊക്കെ ഇങ്ങനെ വളർത്തി വഷളാക്കിയെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ സുധീഷ് പറഞ്ഞു, അയ്യോ വേണ്ടായേ, ഞാൻ ഇതൊക്കെ തന്നെ കഴിച്ചോളാന്ന് പറഞ്ഞു. പിന്നീട് നിധിയോട് പറഞ്ഞു, പെട്ടെന്ന് കഴിക്കുക, നമുക്കൊരു സ്ഥലം വരെ പോകണം, ഒരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞു. എന്ത് സർപ്രൈസ്? അതൊക്കെ ഉണ്ട്, ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും സുഭാഷിനോട് പറഞ്ഞു, സുഭാഷ് ഏട്ടാ ഒന്ന് പറ അവളോട് വരാനായിട്ട്. മോളെ അവൻ കാര്യമായിട്ട് വിളിച്ചല്ലേ, നീ ചെല്ലാൻ പറഞ്ഞു. ഞാൻ പോകത്തില്ല, എന്തെങ്കിലും കള്ളത്തരം കാണിക്കാൻ വേണ്ടിയായിരിക്കും വിളിക്കുന്നത്, എന്നെ അതിനൊന്നും കിട്ടത്തില്ല എന്ന് പറഞ്ഞു. സുധീഷ് പറഞ്ഞു, എനിക്ക് കയ്യെ കാലാണെന്ന് വീഴാൻ പറ്റില്ല, വരാൻ പറ്റുമെങ്കിൽ വാ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞുള്ള ഒരു സർപ്രൈസ് തരാനാന്ന്. ഒടുവിൽ നിധി ചെല്ലാന്ന് പറയാണ്. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ നേരെ പോകുന്നത് യൂണിവേഴ്സിറ്റിയിലാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നിധി ചോദിച്ചു, ഇതെന്താ ഇവിടെ? അതൊക്കെ ഉണ്ട്. അപ്പോഴേക്കും നിധി പറഞ്ഞു, എനിക്ക് ഭയങ്കര പ്രതീക്ഷ ഉണ്ടായിരുന്നു, അന്ന് പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലയിൻറ്റ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വാങ്ങിച്ചുകൊണ്ട് ഇവിടെ കൊടുക്കുവാണെങ്കിൽ ചിലപ്പം എൻ്റെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ കിട്ടിയാനല്ലേ, ഡ്യൂപ്ലിക്കേറ്റ് സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ടെന്നും പറഞ്ഞുകൊണ്ട്. അത് കേട്ടപ്പോൾ സുധീഷ് പറഞ്ഞു, അല്ല നിനക്ക് സർട്ടിഫിക്കറ്റ് വേണ്ടേ? അതെ അതിന് വേണ്ട നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നേന്ന് പറഞ്ഞു. ഇവിടെയോ? അതെന്താ ഇവിടെ? അതെ എനിക്ക് സ്വാധീനമുള്ളൊരു ചേച്ചിയുണ്ട് ഇവിടെ, അപ്പോൾ ചേച്ചിയോട് പറഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ നടത്താമെന്ന് പറഞ്ഞു. അതാരാ? അതൊക്കെ ഉണ്ട്, ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ സുധീഷിൻ്റെ പരിചയത്തിലുള്ള ആ ചേച്ചിയുടെ അടുത്തേക്ക് ചെല്ലുവാണ്, അവരുടെ ക്യാബിനിലേക്ക് ചെല്ലുവാണ്. അപ്പോൾ അവരെ മിക്കപ്പോഴും യൂണിവേഴ്സിറ്റിയിലേക്ക് കൊണ്ടുപോകുന്നതൊക്കെ സുധീഷാണ്. അങ്ങനെ അവരങ്ങോട്ട് ഇറങ്ങി വന്നു. സുധീഷോ, എന്തൊക്കെയുണ്ട് സുധീഷ വിശേഷങ്ങൾ? അത് പിന്നെ ചേച്ചി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഇതെൻ്റെ ഭാര്യ നിധി. സുധീഷിനോടെല്ലാം പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ കല്യാണത്തെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ നിധി ഇങ്ങനെ നോക്കുവാണ്. പിന്നീട് സുധീഷ് പറഞ്ഞു, അത് ചേച്ചി ഞാൻ പറഞ്ഞല്ലോ അവളുടെ സർട്ടിഫിക്കറ്റ് ഒക്കെ നഷ്ടപ്പെട്ടു പോയെന്ന്, അപ്പോൾ അതിന് ഡ്യൂപ്ലിക്കേറ്റിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാ. അങ്ങനെയാണല്ലേ. പിന്നീട് നിധിയോട് വന്നിട്ട് പറഞ്ഞു, അതെ കാര്യങ്ങളൊക്കെ അറിയാലോ, സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരു ഫോമൊക്കെ ഉണ്ട്, അതൊക്കെ ഫില്ല് ചെയ്ത് തരണം. അല്ല പഠിച്ച ഇയറും കാര്യങ്ങളൊക്കെ ഈ വർഷമെന്ന് പറയണം പഠിച്ചിറങ്ങിയത്, സർട്ടിഫിക്കറ്റ് കിട്ടിയത് ഈ വർഷമെന്ന് പറയണം. അങ്ങനെയാണല്ലേ, എന്നിട്ട് ഇത്ര പെട്ടെന്ന് മിസ്സായില്ലേ, കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സുധീഷ് എന്ന് പറഞ്ഞു. പിന്നീട് അകത്തേക്ക് വിളിച്ചിട്ട് ഒരു ഫോം കൊണ്ടുവരാൻ പറയാനാണ്. അങ്ങനെ പേനയും പേപ്പറും ഇത് ഫോമൊക്കെ കൊണ്ടുവന്നു. പിന്നീട് പറഞ്ഞ് ഫില്ല് ചെയ്ത് തരാൻ പറയണം, രജിസ്റ്റർ നമ്പറും കാര്യങ്ങളും പഠിച്ച വർഷവും കാര്യങ്ങളൊക്കെ. അങ്ങനെ രജിസ്റ്റർ
ചെയ്ത വർഷവും കാര്യങ്ങളും എല്ലാം ആ ഫോമേ ഫില്ല് ചെയ്തു. അത് ആ പുള്ളിക്കാരത്തിടയിലേക്ക് കൊടുക്കുകയാണ്. അങ്ങനെ അതുമായിട്ട് ആ പുള്ളിക്കാരത്തി അങ്ങോട്ടേക്ക് പോകാൻ കഴിയുമ്പോഴത്തേനുമാണ് സുധീഷ് വിളിക്കുന്നത്. മാടെന്ന് പറഞ്ഞ് വിളിച്ചു. സുധീഷ് വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ആ മാടൻ ചോദിച്ചു, എന്താ സുധീഷ കാര്യം? അത് പിന്നെ ഉണ്ടല്ലോ, സർട്ടിഫിക്കറ്റ് കിട്ടൂലോ അല്ലേ? അതിലെന്താ സംശയം, 2 ആഴ്ചക്കുള്ളിൽ തന്നെ സർട്ടിഫിക്കറ്റ് കിട്ടുമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പം നിധിക്കും ഭയങ്കര സന്തോഷമൊക്കെ ആയി. പിന്നീട് സുധീഷ് അവരോടൊന്ന് സംസാരിക്കുവാണ്. പക്ഷെ നിധിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല സുധീഷ് അങ്ങനെ സംസാരിക്കുന്നത്. സുധീഷിനത് മനസ്സിലായി, അവൾക്ക് ഇഷ്ടപ്പെടുന്നില്ല താന് ഇവരോട് സംസാരിക്കണമെന്ന്. അതിനനുസരിച്ച് സുധീഷ് അവിടെ ഒന്ന് സംസാരിച്ചുകൊണ്ടിരുന്നു. ഒടുവിൽ സംസാരം കഴിഞ്ഞ് നിധിയുടെ അടുത്തേക്ക് വന്നപ്പോൾ നിധി ചോദിച്ചു, എന്തായിരുന്നു അവിടെ ഒരു കിന്നാരം? നാണമില്ലേ നിൽക്കുന്നൊക്കെ ചോദിച്ചു. എന്തിന്? ഞാനിതിനെ നാണിക്കുന്നേ? അല്ല, ഇത്ര പോയി ഇന്ന് സംസാരിക്കാനായിട്ട്. അതെ, നീ ടെൻഷനൊന്നും അടിക്കണ്ട, ഞാൻ മറ്റുള്ളവരോട് സംസാരിക്കുന്നുണ്ട്, നിനക്ക് ടെൻഷൻ ഉണ്ടല്ലോ എന്ന് ചോദിച്ചു. പിന്നെ എനിക്ക് ടെൻഷൻ പോലും, എനിക്ക് എന്തിനാ ടെൻഷൻ എന്നൊക്കെ നിധി പറഞ്ഞു. പിന്നീട് സന്തോഷമുള്ള 2 ആഴ്ചക്കുള്ളിൽ തന്നെ സർട്ടിഫിക്കറ്റ് കിട്ടൂലോ അല്ലേന്ന് ചോദിച്ചു. അതേന്ന് പറഞ്ഞു. അപ്പോഴേക്കും ആ മാഡം വന്നിട്ട് പറഞ്ഞു, അതെ ഇത്തേലും കൂടി ഒന്ന് സൈൻ ചെയ്താക്കാൻ പറഞ്ഞ് ഫോം കൂടെ കൊടുത്തു. അങ്ങനെ അത്തേലും നിധി സൈൻ ചെയ്തു. അതെനിക്ക് കിട്ടൂലല്ലേ മാം, ഉറപ്പായിട്ടും ഇങ്ങോട്ട് ധൈര്യമായിട്ട് പോയിക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ നിധിയും സുധീഷും കൂടെ പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോൾ സുധീഷിനോട് നിധി പറഞ്ഞു, അതെ കുറച്ചൊക്കെ അടക്കത്തിൽ ഒതുക്കത്തിൽ സംസാരിച്ചാൽ മതി. ആരോട്? അല്ല മറ്റുള്ളവരോട് സംസാരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഈ ഷർട്ടിൻ്റെ ബട്ടൺസ് ഒക്കെ ഊരിട്ടുകൊണ്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല, ചില ജെന്റിൽമാൻ ലുക്കിൽ നിന്ന് സംസാരിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് ഉപദേശം കൊടുക്കണം. അത് കേട്ടപ്പോൾ സുധീഷിന് ചിരിയാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മളിന്ന് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നോടെ നിർത്തുന്നു. നന്ദി.